ഇന്ന് നമ്മൾ ഒരാട്ടിപ്പുള്ളി ഡെലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റി ആയിട്ടുള്ള ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. മെഷറിംഗ് കപ്പുകളോ ബീറ്ററോ ഓവനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാ അളവുകളും ഒരു ഗ്ലാസ്സിലാണ് എടുക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും കാണുന്ന തരത്തിലുള്ള ഒരു മീഡിയം സൈസ് ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം വലിപ്പം വരുന്ന ഗ്ലാസ് എടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് വലിപ്പം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് അവസാനം ബാറ്റർ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പൊടിയുപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 തവണ അരിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. തരികളൊന്നും ഒട്ടുമില്ലാതെ നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസ് 3 മുട്ടയാണ്. തണുപ്പൊന്നുമില്ലാത്ത റൂം ടെമ്പറേച്ചറുള്ള 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ള വേറെയും മഞ്ഞ വേറെയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഞ്ഞയിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച വെള്ളയിലോട്ടും മഞ്ഞയിലോട്ടും നമ്മുടെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ചായി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിങ്ങനെ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഒരുമിച്ച് വെള്ളയുടെ മുട്ടയും മഞ്ഞയും ഒരുമിച്ചിട്ടിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ടായാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് കിട്ടും. ജസ്റ്റ് അധികം ഒന്ന് പതഞ്ഞ് പൊങ്ങൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തത് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് സെയിം ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് തൈരാണ്. തണുപ്പില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് മഞ്ഞയിലോട്ടാണ്, ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച മഞ്ഞയിലോട്ടാണ് ഈ ഓയിലും തൈരും വാനില എസൻസും ഒക്കെ ചേർത്തിട്ടുള്ളത്. ഇനി അത് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളയിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ മഞ്ഞ. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊടിച്ച പഞ്ചസാരയുടെ 1/4 ഭാഗം വെള്ളയിലോട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞ ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടികൾ മുഴുവനായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ബാറ്റർ എന്നിട്ടും കുറച്ചും കൂടെ തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ അത് 5-6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ഒരുപാടങ്ങ് ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ തുല്യമായിട്ട് 2 ബൗളുകളിലേക്കായിട്ട് മാറ്റാം. അതിൽ ഒരു ബൗളിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ടോട്ടൽ ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ ഈ ബാറ്ററി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുത്തിട്ട് ഒരു പേപ്പർ, നോട്ട്ബുക്ക് പേപ്പറാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളത്, റൗണ്ടാക്കി വെട്ടി കൊടുത്തിട്ട് ഇതിൽ വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റീലിൻ്റെ പാത്രത്തിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കടായിലോട്ടാണ് ഇത് വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കടായി ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നോട്ട്ബുക്ക് പേപ്പർ വെച്ചിട്ട് കുക്കറിലോട്ട് വെച്ചിട്ടും ഇത് ചെയ്യാം. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ കടായി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ബാറ്ററി ഇതിലോട്ട് വച്ചു കൊടുക്കാം. ഇതേപോലെ സെയിം പ്രൊസീജിയറിൽ കുക്കറും ചൂടാക്കി എടുത്താൽ മതി. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്ററി അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് കൃത്യം 40 മിനിറ്റാണ് നമുക്ക് ബേക്കായിട്ട് വരാൻ വേണ്ടത്. അപ്പോൾ 40 മിനിറ്റായിട്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. പാത്രത്തിൻ്റെ മുകളിൽ ആവി ഒട്ടും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് ഇതേപോലെ വച്ച് കൊടുക്കാം. ഇപ്പോൾ കൃത്യം 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റാൻ മറന്നു പോകല്ലേ. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഉള്ളൊക്കെ കുക്കായി വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഉള്ളൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇപ്പോൾ തന്നെ ഇത് ഈ കടായിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത കേക്ക് റെഡിയാക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഈ കേക്ക് ഫാനിൻ്റെ ചോട്ട് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് തണുപ്പിച്ചെടുത്തതാണ്. ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത കേക്കും റെഡിയാക്കാം. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ വനില കേക്കും ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കടായി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. 40 to 45 മിനിറ്റാണ് നമുക്ക് കേക്ക് ബേക്കായി വരാനുള്ള സമയം. അപ്പോൾ ഇതിൽ 40 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല കേക്കിൻ്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടൂ. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടൂ. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ആദ്യം തൊട്ട് അവസാനം വരെ മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം ഉള്ളത്. അപ്പോൾ ഇത് 45 മിനിറ്റ് ആയപ്പോഴാണ് കുക്കായി വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കേക്ക് ഐസിങ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളും വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതൊക്കെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ പ്ലേറ്റിൻ്റെ മുകളിലോട്ടായിട്ട് വച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ നമ്മുടെ ആ കേക്ക് ടിൻ തന്നെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കേക്ക് രണ്ടും ഞാൻ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. മുകളിലുള്ള ആ പൊങ്ങി വന്ന ഭാഗം എടുത്തിട്ടില്ല. അതെടുക്കാതെ തന്നെയാണ് നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ, വിപ്പിംഗ് ക്രീം, അതേപോലെ വനിലയുടെ ഒരു ലെയർ, ഷുഗർ സിറപ്പ് ഇടുക, വിപ്പിംഗ് ക്രീം വരട്ടുക. അങ്ങനെ നമ്മൾ ഓരോ ലെയേഴ്സും ചോക്ലേറ്റും വനിലയും അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കേക്കാണ് വാഞ്ചോ കേക്ക് എന്ന് പറയുന്നത്. അതായത് വനിലയുടെ വാനും ചോക്ലേറ്റിൻ്റെ ചോയും ചേർത്തിട്ടുള്ളതാണ് വാഞ്ചോ കേക്ക്. അപ്പോൾ നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വനിലയുടെ ആ ടേസ്റ്റും നമുക്ക് കിട്ടും, ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി കേക്കാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളായതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് നല്ലോണം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.
അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ അര ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3/4 ഗ്ലാസ് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ATM കാർഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസിങ് ഇവിടെ പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. കേക്ക് ഫ്രീസറിലാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ്സ് ആണ്. ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്, വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റിന് 150 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്കി പിന്നെ വൈറ്റ് ഫോറസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം, അല്ലെങ്കിൽ കഴിക്കാനൊക്കെ എടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടിന് 110 രൂപയാണ് MRP. വൈറ്റ് ചോക്ലേറ്റിന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് വേണ്ടത്. ഇത് ഏകദേശം 300 ഗ്രാം ഉണ്ടാവും. ഇതിൽ നിന്ന് അവസാനം ഞാൻ കുറച്ച് പീസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. നമ്മുടെ സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് ഇതിലോട്ടിട്ടിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഫ്ലെയിം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞ് വിപ്പിംഗ് ക്രീമിനോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം തിക്കൊട്ടും ആയി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി വരുന്നുണ്ടെങ്കിൽ ഇളം ചൂടോടെ നമ്മുടെ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ ഇതേപോലെയാണ് വെച്ചിട്ടുള്ളത്. മുകളിലോട്ട് ഒഴിക്കുമ്പോൾ ബാക്കി വരുന്ന നമ്മുടെ ക്രീം താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ വച്ചു കൊടുത്തിട്ടുണ്ട്. തിക്കായി വരുന്നത് കൊണ്ട് അധികം ചൂടോടെ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇളം ചൂടോടെ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കേക്ക് 2 മണിക്കൂറായിട്ട് ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നത് കൊണ്ട് ഇളം ചൂടോടെ ഒഴിച്ചാലും പെട്ടെന്നങ്ങ് മെൽട്ടായി പോകുന്നില്ല. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു പീസ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ക്രീം ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ കുറച്ച് ഡിസൈൻസ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഡോട്ട്സും ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ പൊട്ടുകൾ പോലെ വട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എല്ലാം ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ഇളക്കിയെടുക്കണേ. നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് നമ്മുടെ കേക്കിന് എത്രയാണോ ലെങ്ത് ഉള്ളത് അതേ ആ ഒരു ലെങ്ത് കണക്കാക്കിയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ വച്ചു കൊടുക്കാം.
കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഗാർണിഷിംഗ് ഒക്കെ ചിലപ്പോൾ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. ആ ചുവന്ന കളറിൽ എഴുതിയിട്ടുള്ള സബ്സ്ക്രൈബ് എന്ന വാക്കിൽ ഒന്ന് തൊട്ടാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലിൻ്റെ ഐക്കണിലും കൂടി ഒന്ന് തൊടുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്താൽ ഞാനിടുന്ന ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക് യു.